പക്ഷെ വെറും 400 ഗ്രാം മാത്രം പ്രഷർ കൊടുത്താൽ 2 ക്രിസ്റ്റൽ ടൈപ്പുള്ള MDMA കല്ലെടുത്ത് ഇവിടെ വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ പൊടിയുന്ന പോലെ പൊടിയും, നല്ല ഒറിജിനൽ പൗഡർ പൊടിയുന്ന പോലെ പൊടിയും. ഈ 2025 നോക്കണം, ഇന്ന് ഈ ദൈവത്തിന്റെ നാടായ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പറയുന്ന MDMA. അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ മനുഷ്യന്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് രക്തത്തിന്റെ ഒഴുക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വേദന ഇല്ലാതാക്കാം, അദ്ദേഹത്തിന്റെ അസൈൻമെന്റും പഠനവുമാണ്. 6 വർഷത്തെ പഠനശേഷം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് 3,4 മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ ഈ ലഹരി പദാർത്ഥം മരുന്ന്. ആ മകനോട് ചോദിച്ചു, എന്തിനെങ്ങനെ 2 കത്തി, ഒന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നില്ലേ, ആ കത്തി എന്തിനാണ്? ആ കത്തി അടുക്കളയിലുള്ള കത്തിയാണ്, പക്ഷെ ആ കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു. അങ്ങനെ 3 വീട് അപ്പുറത്ത് പോയിട്ട് മുഹമ്മദ് എന്ന ആളുടെ വീട്ടിൽ പോയി കത്തി വാങ്ങിക്കൊണ്ട് തേങ്ങ വെട്ടാനെന്ന് പറഞ്ഞു കൊണ്ടുവന്ന കത്തി. എന്നിട്ട് ആ 52 വയസ്സുള്ള സാധു സ്ത്രീയുടെ ഉദരത്തിനിട്ടാണ് ആദ്യം വെട്ടിയത്. നോക്കണം, 90% ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുന്ന കുട്ടികൾ ചതിയിലൂടെയാണ്. ബാക്കി 10% മാനസിക ശാരീരിക കുടുംബ പശ്ചാത്തലത്തിന്റെ ബലക്കേടുകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അച്ഛനിൽ നിന്നോ അയൽപക്കങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ് 10%. പക്ഷെ 90% പേരും ചതിയിലൂടെയാണ്. ഏറെ പെൺകുട്ടികളും 100% ചതിയിലൂടെയാണ്. ഇവ MDMA കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഈ സാധനം MDMA എന്ന് പറയപ്പെടുന്ന സാധനം ഒരു ക്രിസ്റ്റൽ ടൈപ്പ് കല്ല് പോലെയാണ്, നമുക്കൊക്കെ അറിയാം. അതിനെക്കുറിച്ചല്ല ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യല്ല. പക്ഷെ അത് ശരിക്കും നമ്മുടെ ഈ 2 കൈവിരൽ, ഈ തള്ളവിരലും ചൂണ്ടുവിരലും എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ മാക്സിമം ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് നമുക്ക് പ്രഷർ കൊടുത്താൽ ഒരു 10 കിലോ വരെ നമുക്ക് വേണമെങ്കിൽ 2 വിരലുകൾ തമ്മിലുള്ള മർദ്ദം നമുക്ക് പ്രഷർ ലെവൽ 10 കിലോ വരെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ വെറും 400 ഗ്രാം മാത്രം പ്രഷർ കൊടുത്താൽ 2 ക്രിസ്റ്റൽ ടൈപ്പുള്ള MDMA കല്ലെടുത്ത് ഇവിടെ വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ പൊടിയുന്ന പോലെ പൊടിയും, നല്ല ഒറിജിനൽ പൗഡർ പൊടിയുന്ന പോലെ പൊടിയും. നോക്കണം, ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം മുട്ടിപ്പാലത്തുള്ള നല്ല സമ്പന്നനായ ഒരാളുടെ മകൻ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകൾ, എനിക്ക് അവനെ ഒന്ന് ടാർഗറ്റ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ലഹരി കൊടുത്ത് മാത്രമേ എനിക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സാമ്പത്തിക ചൂഷണം നടത്തണം, എനിക്ക് ശാരീരികമായിട്ടും എനിക്ക് ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ എനിക്ക് ഉപയോഗപ്പെടുത്തണം, ആ കുട്ടി എനിക്ക് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അടുത്ത നടപടി എന്താണ്? എങ്ങനെയെങ്കിലും ലഹരി കൊടുക്കണം. എന്ത് ലഹരി കൊടുക്കാൻ പറ്റും? ഒരുപക്ഷെ ബ്രൗൺ ഷുഗറോ പെത്തനോ ഹെറോയിനോ ആഷിക് ഓയിലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഇത് പക്ഷേ ഒരു സ്പൂണ് വേണം, അലുമിനിയത്തിൻ്റെ കോയിൽ പാത്രങ്ങൾ വേണം, പൈപ്പ് വേണം, അതിനകത്ത് അടിയിൽ നമ്മൾ വേണം ഫയർ കൊടുക്കണം, അത് മെൽറ്റാവുമ്പോൾ അതിൻ്റെ ഈ ധൂമത്തെ ഇൻഹേൽ ചെയ്യണം. പല രീതിയിലും ഉപയോഗിക്കണം. അതൊരു പക്ഷേ കൊടുക്കാൻ കഴിയില്ല. സിഗരറ്റ് കൊടുത്താൽ വേണ്ടാന്ന് ഒരുപക്ഷെ ആ കുട്ടി അവൻ പറയും, നോ ഇല്ല, സിഗരറ്റ് തീ കൊണ്ട് പുകയുണ്ട്, ചാരമുണ്ട്. മദ്യം കൊടുത്താലും വേണ്ടാന്ന് പറയും. മക്കളെ ഇവിടെ നോക്കണം, എൻ്റെ പൊന്നു മക്കൾ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണം അതിനെക്കുറിച്ച്, പിന്നെ മിടുക്കരാണ്. ഓക്കെ, അപ്പോൾ നോക്കണം, സിഗരറ്റ് കൊടുത്താലും വേണ്ടാന്ന് പറയും. പക്ഷേ ഈ ലോകം ഇന്നൊരു ദിവസം നിങ്ങൾ രാവിലെ നാളത്തെ പത്രം എടുത്തൊരു പേജ് മറിച്ചാൽ ആ പേജ് മറിച്ച് അവസാനം എത്തുന്നതിന് ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ വാർത്തയ്ക്കകത്ത് കാണാൻ പറ്റും, ഇന്ന സ്ഥലത്ത് വളാഞ്ചേരി അല്ലെങ്കിൽ കോട്ടയ്ക്കൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ, വഴിക്കടവിൽ, വണ്ടൂരിൽ, പാണ്ടിക്കാട്, മഞ്ചേരി എവിടെയെങ്കിലും MDMA പിടിച്ച കഥ നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. ഓരോ പോലീസ് സ്റ്റേഷനിലും MDMA 5 ഗ്രാം പിടിച്ചു, 10 ഗ്രാം പിടിച്ച വാർത്ത നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇന്ന് പത്രം തുറന്ന എല്ലാ പത്രത്തിലും വരുന്ന വാർത്തയാണ് കഞ്ചാവ് ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നു, ഇല്ല MDMA. പെത്തഡിന് ഹെറോയിനും ബ്രൗൺ ഷുഗറൊക്കെ അന്യം നിന്ന് പോയി. കാരണം എന്താ? ഈ 2025 നോക്കണം, ഇന്ന് ഈ ദൈവത്തിന്റെ നാടായ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പറയുന്ന MDMA. നമ്മൾ കേട്ടിട്ടുണ്ട്, സഹോദരിമാരും എല്ലാവരും കേട്ടിട്ടുണ്ട്. 1910 മെർക്ക് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ജർമ്മനിയിലെ മെർക്ക് എന്ന് പറയുന്ന കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. 27 മരുന്നുകൾ, ഈ പറയുന്ന മരുന്നുകൾ കണ്ടുപിടിച്ച് ലോകത്തിന് തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അമേരിക്ക കഴിഞ്ഞാൽ ജർമ്മനിയിലെ മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആ മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ മനുഷ്യന്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് രക്തത്തിന്റെ ഒഴുക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ വേദന ഇല്ലാതാക്കാം, അദ്ദേഹത്തിന്റെ അസൈൻമെന്റും പഠനവുമാണ്. 6 വർഷത്തെ പഠനശേഷം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് 3,4 മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന മാരകമായ ഈ ലഹരി പദാർത്ഥം മരുന്ന്. അതിനകത്ത് 29 തന്മാത്രയുണ്ട്. 11 കാർബണും 14 ഹൈഡ്രജനും 2 ഓക്സിജനും ഒരു നൈട്രജനും അടങ്ങുന്ന 29 തന്മാത്ര അടങ്ങുന്ന ഈ MDMA എന്ന് പറയപ്പെടുന്ന ഈ ലഹരി, അത് അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചത് ഒരുപക്ഷെ മനുഷ്യൻ ഉപയോഗിക്കാനുള്ള ലഹരി, പൊതു ലഹരിയായിട്ടല്ല, മനുഷ്യന്റെ ജീവനെ പിടിച്ചെത്താനുള്ള ഒരു ഉപാധിയായി കണ്ടുപിടിച്ചു. അങ്ങനെ 1910 നിന്ന് 1962 ചെക്കോസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള വികസിത രാജ്യങ്ങൾ ഇതിനെ കെമിക്കലി ഒന്നും കൂടെ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് സിന്തസൈസ് ചെയ്ത് അതിൻ്റെ ഷേപ്പും ഫ്രെയിമൊക്കെ മാറ്റി. അങ്ങനെ ഓരോ നാട്ടിലും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ
ഭൂപ്രദേശം അനുസരിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരുപയോഗിക്കുന്ന പ്രാദേശിക പേരുകളടക്കം ബട്ടൺസ്, കല്ല്, സ്ട്രോങ്, കൽക്കണ്ടം, മെത്ത്, എക്ടസി, മാൻഡി, മോളി പോലുള്ള 19-20 പേരിലൊക്കെ സാധനം അറിയപ്പെടുന്നുണ്ട് ഇന്ന് പല പേരുകളിൽ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ നർക്കോട്ടിക് വിഭാഗത്തിനകത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകൾക്ക് പോലും പക്ഷേ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഓരോ ദിവസത്തെയും കോഡുകൾ, അവരുടെ ഭാഷകളൊക്കെ കണ്ടു കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ പേര് ഇന്നതാണ്, ഇത് തീർന്നാൽ ഇന്നതാണ്, സ്ട്രോങ് ഇങ്ങനെയാണ്, എത്ര പേർക്ക് ഉപയോഗിക്കാം എന്നൊക്കെ അവർ പിന്നീടുള്ളത് അതൊക്കെ എനിക്ക് വേണ്ടി സാലികതയെക്കുറിച്ച് കൂടുതൽ അറിയാം, സാലികതയെക്കുറിച്ചും കൊണ്ട് പറയും. അപ്പോൾ നോക്കണം, ഈ സാധനം, ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചു. 1910 ഇത് കണ്ടുപിടിക്കുമ്പോൾ മർക്ക് ആന്റൺ കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻസിന് ഒരുപക്ഷെ ബോധമുണ്ടായിരുന്നോ? 2025 കേരളം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നാടായ ഈ കുഞ്ഞു നാട്ടിൽ ഏതെങ്കിലും മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ബ്രെയിൻ, അവൻ്റെ ചിന്താധാര ശക്തി നഷ്ടപ്പെട്ട് ഒരുപക്ഷെ ജന്മം കൊടുത്തിരിക്കുന്ന ഒരു ഉമ്മയെ പോലും അർബുദത്തിന് ചികിത്സ നേടി താമരശ്ശേരിയിൽ അടിവാരത്ത് സ്വന്തം മൂത്ത മകളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സുബൈദ എന്ന് പറയുന്ന 52 വയസ്സുകാരി നോക്കണം, 35 വയസ്സിൽ ആ സാധുസ്ത്രീ വിധവയായി. രണ്ടാമത് വിവാഹമൊന്നും കഴിക്കാതെ 3 മക്കൾക്ക് വേണ്ടി അവൾ ഈ മണ്ണിൽ ജീവിച്ചു. ആ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ ചെന്നപ്പോൾ ഈ മൃതശരീരത്തിനടുത്ത് മറ്റൊരു കത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ മകനോട് ചോദിച്ചു, എന്തിനെങ്ങനെ 2 കത്തി? ഒന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നില്ലേ? ആ കത്തി എന്തിനാണ്? ആ കത്തി അടുക്കളയിലുള്ള കത്തിയാണ്, പക്ഷെ ആ കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു. അങ്ങനെ 3 വീട് അപ്പുറത്ത് പോയിട്ട് മുഹമ്മദ് എന്ന ആളുടെ വീട്ടിൽ പോയി കത്തി വാങ്ങിക്കൊണ്ട് തേങ്ങ വെട്ടാനെന്ന് പറഞ്ഞു കൊണ്ടുവന്ന കത്തി. എന്നിട്ട് ആ 52 വയസ്സുള്ള സാധു സ്ത്രീയുടെ ഉദരത്തിനിട്ടാണ് ആദ്യ വെട്ട് വെട്ടിയത്. നോക്കണം, ആദ്യ വെട്ട്. 2 കൈകളും അറ്റുപോയി. ഒരുപക്ഷെ ആ വെട്ടേൽക്കുന്ന സമയത്ത് ആ ഉമ്മ നിലവിളിച്ചിട്ടുണ്ടാവും, മോനെ. താരാട്ട് പാടിയ കൈകളെയും ആ മകൻ വെട്ടുവീഴ്ത്തി. 6 വെട്ടുകൾ വെട്ടി ചലനം നിലച്ചപ്പോൾ ആ ഉത്തിച്ചാടുന്ന കത്തിയുമായിട്ട് ഒരു കൂസലുമില്ലാതെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. ആ പോലീസ് സ്റ്റേഷന്റെ GD ചാർജും അവിടെയുള്ള പാറാവരൊക്കെ എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് അവർ നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവർ പെട്ടെന്ന് സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ ആ ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടു. പാതി കണ്ണുകളും തുറന്നവൾ ലോകത്തോട് എന്തോ പറയാൻ ബാക്കി വെച്ചുകൊണ്ട് ആ ഉമ്മ ജീവൻ വെടിഞ്ഞു. കേരളത്തിനകത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവും അതുപോലെ തന്നെ എഴുത്തുകാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും എല്ലാം ആശങ്കപ്പെട്ടു. കേരളത്തിൻ്റെ മണ്ണ് ഒന്ന് ഉണർന്നു. ആ മുറിവുണങ്ങുന്നതിന് മുമ്പ് തലസ്ഥാന നഗരം 5 പേരെ കൊന്ന 6ാമതൊരുവൾ, അത് ഉമ്മ. ഒരു കൽപ്പണിക്കാരൻ എങ്ങനെയാണ് കല്ലിനോര് പെരുമാറുന്നത്, അതുപോലെ ഒരു മകൻ ചുറ്റിക എടുത്തുകൊണ്ട്, അതും ആ കട്ടിൽ കുറങ്ങുന്ന ഉമ്മയെ വലിച്ച് നിലത്തടിക്കുകയാണ്. എന്നിട്ട് ആ ചുറ്റിക കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ജന്മം കൊടുത്ത ഉമ്മയുടെ തലയുടെ വലതുഭാഗം താഞ്ഞടിക്കുകയാണ്. 42 പൊട്ടലുകൾ പൊട്ടി ആ തലചോട്ടി തകർന്നുപോയി. ശേഷം അടുക്കളയിൽ പോയി ഗ്യാസ് തുറന്നു വിട്ടു. എന്നിട്ടും അവൾ മരിച്ചില്ല. എന്നിട്ടും അവൾ ഈ മണ്ണിൽ ജീവിച്ചിരിപ്പത് മറ്റു മക്കൾക്ക് ഒരു തേങ്ങായി, തണലായി, ഓർമ്മയായി, കരുതലായി അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് വെഞ്ഞാറമൂട്ടിൻ്റെ ആ 13ാം വാർഡിൽ. എന്തിനാ? അവൾ പോലീസിന് കൊടുത്ത മൊഴിക്കകത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മൊഴിയിൽ ആ മൊഴി എടുക്കുമ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ചോദിച്ചു, കൃത്യമായിട്ടാണോ ഓർത്താണോ പറയുന്നത്? മോളെ, ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്, എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യില്ല. ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ടുകൊണ്ട് പറഞ്ഞ്, നോർമലാണോ സംസാരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു അവർക്ക് കുഴപ്പമില്ല. വീണ്ടും ഒരു റീസ്റ്റേറ്റ്മെന്റ്. ആ റീസ്റ്റേറ്റ്മെന്റിലും പൊതുസമൂഹത്തോട് ആ ഉമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഞാൻ നിലത്ത് വീണതാണ്, എൻ്റെ കുട്ടി ചെയ്തതല്ല, അങ്ങനെ ചെയ്യൂല. നോക്കണം, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല. അങ്ങനെ കേരളമെല്ലാം ഇപ്പോൾ ഉണർന്നു. കൂട്ടയോട്ടങ്ങളും വഴിനടത്തങ്ങളും ജാഗ്രതകളും ഒപ്പുശേഖരണങ്ങളും സെമിനാറുകളും ഡിബേറ്റുകളും കൺവെൻഷനുകളും എല്ലാം നടത്തി മഹലുകളും ക്ഷേത്രങ്ങളും ക്രൈസ്തവ ആരാധനകളും എല്ലാം ഉണർന്നിട്ടുണ്ട്. കാര്യം എന്താ? നമ്മളെല്ലാം ഒന്ന് പേടിച്ചു. നമ്മളെല്ലാം പേടിച്ചു. നാളെ എൻ്റെ വീട്ടിൽ വരാനിരിക്കുന്ന ദുരന്തം, ഒരുപക്ഷെ ഇന്ന് പ്രകാശം പരത്തുന്ന എൻ്റെ മകൻ നാളെ ലഹരി എന്ന മഹാദുരന്തത്തിൽ പെട്ടുകൊണ്ട് എൻ്റെ വീടിൻ്റെ പടി കടന്ന് ലഹരി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരും, ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് നാളെ വരില്ലെന്ന് പറയാൻ പറ്റൂല. എലി പണ്ട് ഓളിയാറിന്റെ കഥയിൽ എലി ഒരു കഥ പറയുന്നുണ്ട്. ആ കഥയെ ഞാനിവിടെ സാന്ദ്രമായിട്ട് സൂചിപ്പിക്കാം. എലി പറഞ്ഞു, ഓടി നടന്ന് പറഞ്ഞു. എലി പറഞ്ഞു, ആ കപ്പയുടെ കാട്ടിനകത്ത് കപ്പയിട്ട തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ നിങ്ങൾ പോകരുത്, അവിടെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എലി. ഈ കാര്യം പറയുന്നത് പോത്തിനോടാണ് പറഞ്ഞത്. എലി പോത്തിന് ചവിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ പോടാ, നീ പോയി പേടിച്ചാൽ മതി, ഞാനൊന്നും എലിപ്പെട്ടിക്കകത്ത് പോയി കയറാൻ പോകുന്നില്ല, അത് നിനക്ക് വെച്ച പണിയാണ് എലിപ്പെട്ടി, നീ പോന്ന് പറഞ്ഞു. അങ്ങനെ പോത്ത് കളിയാക്കി. അങ്ങനെ പിന്നെ എലി പോയി കണ്ടത് ആടിനെയാണ് കണ്ടത്. ആടിനോട് പറഞ്ഞു, ആടെ അവിടെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ആടും പറഞ്ഞു, അത് എനിക്ക് ബാധിക്കില്ല, നീ സൂക്ഷിച്ചോ. അങ്ങനെ പിന്നെ എലി പോയി കണ്ടത് പൂവൻകോഴിയെ കണ്ടു. പൂവൻകോഴിട്ട് പറഞ്ഞു, പൂവൻകോഴി ഇവിടെ എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കോഴിയും പറഞ്ഞു, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് കൊത്തിപ്പറക്കാൻ നിൽക്കുന്നൊന്നുമല്ല, നീ പോയി അതിനകത്ത് പെടുന്നത്, നിനക്കിട്ട് വെച്ച പണിയാണ്, നീ നോക്കിക്കോ പറഞ്ഞു. അങ്ങനെ എലി വലിയ സങ്കടത്തിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ
വീട്ടുകാര്യസ്ഥ എലിപ്പെട്ടി വെച്ച വീട്ടുകാര്യസ്ഥന്റെ ഭാര്യ ഇവിടുത്തെ വലിയ പ്രമാണിയാണ്. വീട്ടുകാര്യസ്ഥന്റെ ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പോൾ എലിപ്പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്, ടക്ക് 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 ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഇവർ നോക്കുമ്പോൾ എലിപ്പെട്ടിക്കയുടെ അകത്തൊരു പാമ്പ് കുടുങ്ങിയിരിക്കുക. വലിയ സങ്കടമായി. അപ്പം പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നെ പാമ്പേ, നിനക്കിട്ട് വെച്ച പണിയല്ല, ആ എലിക്കിട്ട് വെച്ചതാണ്, നീയാണോ കുടുങ്ങിയത്, അവിടെ നിൽക്കി പോകല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നിട്ട് കമ്പെടുത്തിട്ട് എലിപ്പെട്ടി തുറന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പാമ്പ് തിരിഞ്ഞിട്ട് ഒറ്റ കൊത്തു കൊടുത്തു. അങ്ങനെ ഈ വീട്ടമ്മ മരിച്ചു. വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ആ മരണച്ചടങ്ങൊക്കെ നടന്നു. 14-ാം ദിവസം അടിയന്തരം നടത്തി ഈ പോത്തിനെയും ആടിനെയും കോഴിയെയും കൊന്ന് കറി വെച്ചു. എലി പാറപ്പുറത്തിരുന്നിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞു, അന്നേ ഞാൻ ഇവന്മാരോട് പറഞ്ഞതാണ്, ആ കപ്പയുടെ തോട്ടത്തിനകത്ത് എലിപ്പെട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അവന്മാരൊക്കെ കളിയാക്കിയത് നിനക്കിട്ട് വെച്ച പണി നീ നോക്കിയാൽ മതി, ഞങ്ങളെ പഠിക്കില്ല, പോടാ അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പം അവന്മാരുടെ ഗതി ഇന്നതായി എന്ന് എലി പറഞ്ഞൊരു കഥയുണ്ട്. അപ്പം നമ്മുടെയൊക്കെ കാൽച്ചുവട്ടിൽ ഓരോ എലിപ്പെട്ടി ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ജാഗരൂകരാകണം. ഒരുപക്ഷെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം നമ്മുടെ വീടിൻ്റെ പടി കടന്ന് വരില്ല എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റൂല.